വെടിക്കെട്ടിന് അനുമതി നിഷേധിച്ച സംഭവത്തിൽ ഭേദഗതി വ്യവസ്ഥകളിന്മേൽ അഭിപ്രായം ആരാഞ്ഞിരുന്നില്ലെന്ന് ദേവസ്വങ്ങൾ. പ്രായോഗികമായ പരിഹാരം കണ്ടെത്താൻ ശ്രമം വേണമെന്ന് കോടതി ആവശ്യപ്പെട്ടു. വെടിക്കെട്ട് നടത്തിപ്പുകാർക്കായുള്ള ലൈസൻസിന് അപേക്ഷ ലഭിച്ചാൽ അനുഭാവപൂർവ്വം പരിഗണിക്കുമെന്ന് കേന്ദ്ര സർക്കാർ ഉറപ്പു നൽകി. വിവരങ്ങളുമായി രേഷ്മ ബാബു ചേരുകയാണ്. രേഷ്മ, തിരുവമ്പാടി പാറമേക്കാവ് ദേവസ്വങ്ങളുടേതാണ് ഈ വാദം എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. അവിടെ വേലയുമായി ബന്ധപ്പെട്ടുള്ള വെടിക്കെട്ടിന് അനുമതി നിഷേധിക്കുന്ന സാഹചര്യം ഉണ്ടായിരുന്നു. വിവരങ്ങൾ. നിലിമ, വടക്കുന്നാഥ ക്ഷേത്രത്തിലെ വേല ഉത്സവം 3-ാം തീയതിയാണ് നടത്തപ്പെടേണ്ടത്. അതിന്റെ ഭാഗമായിട്ട് തേക്കിൻകാട് മൈതാനത്ത് വെടിക്കെട്ടിന് അനുമതി തേടിയിരുന്നു. പക്ഷേ ആ അനുമതി ADM നിഷേധിച്ച സാഹചര്യത്തിലാണ് തിരുവമ്പാടി പാറമേക്കാവ് ദേവസ്വങ്ങൾ ഹൈക്കോടതിയിൽ ഹർജി നൽകിയിരിക്കുന്നത്. പ്രധാനമായിട്ടും ഈ കേന്ദ്ര സർക്കാർ ഇറക്കിയിട്ടുള്ള സ്ഫോടക വസ്തു ചട്ടങ്ങളുടെ ഭേദഗതി അത് ചൂണ്ടിക്കാട്ടിക്കാണ്, അതിലെ നിയമവിരുദ്ധത ചൂണ്ടിക്കാട്ടിക്കൊണ്ടാണ് നിലവിൽ ദേവസ്വങ്ങൾ ഹൈക്കോടതിയെ സമീപിച്ചത്. ADM അനുമതി നിഷേധിച്ച സാഹചര്യത്തിൽ ജില്ലാ കളക്ടർ വെടിക്കെട്ടിന് അനുമതി നൽകണമെന്നുള്ളതാണ് പ്രധാനപ്പെട്ട ആവശ്യം. ഇന്ന് ഈ ഹർജികൾ പരിഗണിച്ച സമയത്ത് ഹൈക്കോടതി പറഞ്ഞത് പ്രായോഗികമായിട്ടുള്ള ഒരു തീരുമാനം ഇക്കാര്യത്തിൽ ഉണ്ടാകണം. ഈ ലൈസൻസിന് വേണ്ട അപേക്ഷ വീണ്ടും നൽകുകയാണെങ്കിൽ അത് കൃത്യമായിട്ട് പരിഗണിക്കാനായിട്ടുള്ള ഒരു നിർദ്ദേശം നൽകാമെന്നുള്ളതായിരുന്നു ജസ്റ്റിസ് PM മനോജ് വ്യക്തമാക്കിയത്. എന്തായാലും കേന്ദ്ര സർക്കാർ ഇക്കാര്യത്തിൽ ഹൈക്കോടതിയിൽ വാക്കാൽ ചില നിലപാടുകൾ വ്യക്തമാക്കിയിട്ടുണ്ട്. അതായത് ഈ വെടിക്കെട്ട് നടത്തിപ്പിന് വേണ്ടിയിട്ടുള്ള ലൈസൻസ് അതിന് അപേക്ഷ നൽകിക്കഴിഞ്ഞാൽ അത് അനുഭാവപൂർവ്വം പരിഗണിക്കാമെന്നാണ് കേന്ദ്ര സർക്കാരിന്റെ അഭിഭാഷകൻ ഇന്ന് ഹൈക്കോടതിയെ അറിയിച്ചിട്ടുള്ളത്. പ്രധാനമായിട്ടും ഈ ദേവസ്വങ്ങൾ ഹൈക്കോടതിയെ വ്യക്തമാക്കിയിട്ടുള്ളത്, അതായത് നൂറ്റാണ്ടുകളായിട്ടുള്ള ആചാരപരമായിട്ടുള്ള അനുഷ്ഠാനമാണ്. ഈ കഴിഞ്ഞ വർഷമൊന്നും തന്നെ ഈ വെടിക്കെട്ടുമായി ബന്ധപ്പെട്ട് ഇത്തരമുള്ള പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നില്ല. ഈ കേന്ദ്ര സർക്കാരിന്റെ ചട്ടപ്രകാരം വെടിക്കെട്ട് സാമഗ്രികൾ സൂക്ഷിക്കുന്ന ആ പുരയിൽ നിന്ന്, അതായത് ആ സംഭരണ കേന്ദ്രത്തിൽ നിന്നും ഈ വെടിക്കെട്ട് നടത്തുന്ന ഇടത്തേക്ക് ഏകദേശം 200 മീറ്റർ ദൂരപരിധി വേണമെന്നുണ്ട്. അതുണ്ടെങ്കിൽ മാത്രമേ അനുമതി കൊടുക്കാൻ പാടുള്ളൂ എന്നാണ് കേന്ദ്ര സർക്കാരിന്റെ സ്ഫോടക വസ്തു നിയമത്തിലെ ഭേദഗതി എന്ന് പറഞ്ഞത്. അത് ഒക്ടോബറിലാണ് ആ ഭേദഗതി വരുത്തിയത്. പക്ഷേ കഴിഞ്ഞ 2008 ഭേദഗതി പ്രകാരം അത് ഏകദേശം ഈ 6000 കിലോഗ്രാം എന്ന് പറയുന്നതിന് ഒരു 82 മീറ്റർ അകലം ഉണ്ട് എങ്കിൽ, ഒരു ദുരന്തം ഉണ്ടായിക്കഴിഞ്ഞാൽ അത് ശേഷി അത്രത്തോളം 82 മീറ്റർ ദൂരപരിധിയിലേക്ക് എത്തില്ല എന്നുള്ളത് ഒരു വിദഗ്ധ അഭിപ്രായം ഉണ്ടായിരുന്നു. അതിന്റെ അടിസ്ഥാനത്തിൽ ദൂരപരിധി കുറച്ചിരുന്നു. പക്ഷേ ഈ ഒക്ടോബറിലെ ഭേദഗതി പ്രകാരം 200 മീറ്റർ ദൂരപരിധി അതിനകത്ത് ഒരു ദൂരപരിധി ഉണ്ടായിട്ടില്ല എങ്കിൽ അനുമതി നിഷേധിക്കാം എന്നുള്ള ഒരു ചട്ടമുണ്ട്. അത് നിയമവിരുദ്ധമാണെന്നാണ് ദേവസ്വങ്ങൾ ഹൈക്കോടതിയിൽ വാദം ഉന്നയിച്ചിരിക്കുന്നത്. എന്തായാലും നിലവിൽ ഹൈക്കോടതി പറഞ്ഞിട്ടുള്ളത് ഇക്കാര്യത്തിൽ ഒരു ഇടക്കാല ഉത്തരവ് പുറപ്പെടുവിക്കാം എന്നുള്ളതാണ്. എന്തായാലും അത് ഒരു ഉത്തരവായിട്ട് ചേംബറിൽ നിന്നായിരിക്കും ഉണ്ടാകുക. ഉത്തരവിന്റെ അടിസ്ഥാനത്തിലായിരിക്കും ഈ വേലയിൽ ഈ വെടിക്കെട്ട് നടത്തിപ്പിന് വേണ്ടിയിട്ടുള്ള മറ്റു നടപടികൾ തുടരുക. എന്തായാലും ADM വെടിക്കെട്ടിന് തിരുവമ്പാടി പാറമേക്കാവ് ദേവസ്വങ്ങൾക്ക് അനുമതി നിഷേധിച്ച സാഹചര്യത്തിലാണ് അവർ ഹൈക്കോടതിയെ സമീപിച്ചത്. ഈ പറയുന്ന വെടിക്കെട്ട് സാമഗ്രികൾ സൂക്ഷിക്കുന്ന കേന്ദ്രത്തിൽ നിന്നും വെടിക്കെട്ട് നടത്തുന്ന ഇടത്തേക്ക് 200 മീറ്റർ ദൂരപരിധി ഇല്ല എന്നുള്ളതായിരുന്നു അനുമതി നിഷേധിക്കാനായിട്ടുള്ള പ്രധാനപ്പെട്ട കാരണം. നീലിമ, ശരി, രേഷ്മയാണ് വിവരങ്ങൾ പങ്കുവച്ചത്.